ഹായ് സാലിയാനെ ഫ്രം ഖത്തർ. നിങ്ങളുടെ കുടുംബത്തില് നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? പേടിക്കണ്ട, അത് നിങ്ങളൊരു ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി. എല്ലാവരും രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ഹരം പോയി. രക്ഷപ്പെടില്ല എന്ന് പറയാൻ മിനിമം ഒരു 10 ആൾക്കാരെങ്കിലും വേണം, എന്നാലേ സുഖമുള്ളൂ. ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയാനെ എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നണല്ലേ. പല ദിവസം എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും ടൈം തന്നെ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ബിസി ഡേ. അതുകൊണ്ട് തന്നെ റൂമിലെത്തുന്ന നേരം വൈകുന്നേരം 3 മണിയാക്കി. അങ്ങനെ റൂമിലെത്തിയാരോ നമ്മളെ സേനിക്ക മൂപ്പരെ ഡ്രൈവിംഗിന്റെ ലേണിംഗ് എക്സാം എഴുതാണ്. ആപ്ലിക്കേഷനിൽ കൂടിയുള്ള ട്രെയിനിങ് ആണ്. കുഴപ്പമില്ല, മൂപ്പര് പാസ്സാകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതെല്ലാം കണ്ടേരോ എന്റെ ടൈം ഞാനൊന്ന് ഓർത്തു. എനിക്ക് ലേണിംഗിലൊന്നും പ്രശ്നമില്ലേനു. ലേണിംഗ് ഫസ്റ്റ് തന്നെ കിട്ടി. പക്ഷെ റോഡ് 2 പേര് പൊട്ടിപ്പാടാം. ഈ റോഡ് ടെസ്റ്റ് ഒക്കെ പൊട്ടിയിട്ട് റൂമിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ട്. സുഖാനുള്ളത് പറഞ്ഞറിയിക്കാനാവും. 2 പാളെങ്കിലും 3ാമത്തെ സാധനം കൈ കിട്ടി. അൽഹംദുലില്ലാ ഇപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കും. ഇപ്പൊ ഞാനത് വക്ര ടൗണിലാണ്. പക്ഷെ എനിക്കൊരു പൊറാട്ട മേടിക്കാൻ പറഞ്ഞു. കുറച്ച് നടന്നെങ്കിലും സാധനം കിട്ടി. ഇനിയിപ്പോ നേരെ റൂമിലേക്കാണ്. ഇന്ന് നേരത്തെ കിടക്കണമെന്നല്ല ഉണ്ട്. റൂമിലെത്തി കിടക്കാൻ വിചാരിച്ച ഞാൻ റൂംമേറ്റിനോട് ആദ്യം പുറത്ത് കയ്യിലൊരു വണ്ടിയും വൈബിനുള്ള 2 ആളും കൂടി ഉണ്ടെങ്കിൽ ഇതേക്ക് എല്ലാ റൂമിലും. ഞാനെന്തായാലും പോയിട്ടില്ല വരാം. ബാക്കി എടുത്തതിൽ മസ്സലാം.